ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തലേ ദിവസം നെയ്ച്ചോറ് വെച്ചിൻ്റെ ബാക്കി വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ചോറ് നമ്മളൊരു നല്ലോണം വെന്തിട്ടില്ല, പായസത്തിനാകുമ്പോൾ നല്ലോണം വേവണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കറിലൊന്ന് 2 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് ഇത് മുഴുവൻ എടുക്കാം. ആകെ 2-3 ആളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയുള്ളൂ എടുക്കുന്നത്. നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇതിൽ പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടുമല്ലോ. അപ്പോൾ ആ പട്ടയും ഗ്രാമ്പൂ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. ഏലക്കായ അതിൽ നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് പാലിലാണ്. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കും ഇത് വെന്തതിന് ശേഷം. ഇപ്പോൾ ഇത് പാലിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വേവിക്കണം. അപ്പോൾ പായസത്തിനുള്ള ശർക്കര ഒരു ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. 3 അച്ചും പിന്നെ കുറച്ചും ഒരു 3.5 അച്ച്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചോറ് വെച്ച് കൊടുത്തിട്ട് 2 വിസിൽ അടിച്ചിക്കണു. ഇത് ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഉരുക്കിയിരിക്കണു. നമുക്ക് നമ്മളെ ചോറ് എന്തായിട്ട് നോക്കാം. അപ്പോൾ ചോറൊക്കെ വെന്തിക്കണു നല്ലോണം. ഇനി നമുക്കിത് വേറൊരു ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുക്കറിന് ഈ ചട്ടിക്ക് ഞാൻ നമ്മളെ ചോറ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് പായസം റെഡിയാക്കുന്നത്. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് തിളക്കണം. ഈ ചോറിൽ കടന്നിട്ട് ശർക്കരൻ്റെ പാനി നല്ലോണം തിളക്കണം. അപ്പോഴാണ് പായസത്തിന് നല്ല രുചി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ടും ചെറുതായിട്ട് 1-2 തളയൊക്കെ തിളച്ച് വരണം. അപ്പം നമുക്ക് പായസത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഗ്യാസ് ഓഫാക്കി നമുക്ക് കുറച്ച് നെയ്യും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമോ എന്താ വേണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എത്ര പെട്ടെന്നാണ് പായസം റെഡിയായത്.